നമസ്കാരം. കഴിഞ്ഞ വർഷം നവംബറിൽ ബീഹാറിൽ NDA നേടിയ വൻ വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകമുണ്ട്. ഗംഗാ നദി ബീഹാർ വഴിയാണ് ബംഗാളിലേക്ക് ഒഴുകുന്നതെന്ന്. ആ ഉപമ 2026 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്നതായിരുന്നു. മമതാ ബാനർജിക്ക് നൽകിയ വ്യക്തമായൊരു സന്ദേശം കൂടിയായിരുന്നു അത്. 5 മാസങ്ങൾക്ക് ശേഷം BJP തങ്ങൾ ഏറെക്കാലമായി ലക്ഷ്യം വെച്ചിരുന്ന ആ കിഴക്കൻ സംസ്ഥാനം പിടിച്ചെടുത്തിരിക്കുന്നു. BJP 200 സീറ്റുകളോട് അടുക്കുമ്പോൾ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് 2 അക്ക സംഖ്യയിൽ ഒതുങ്ങി വളരെ പിന്നിലായി. ഈ ഫലം BJPക്ക് ഒരു ചരിത്ര വിജയവും തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷത്തെ ഭരണത്തിന്റെ അന്ത്യവുമാണ് കുറിക്കുന്നത്. സമീപ വർഷങ്ങളിൽ BJPയുടെ ശക്തി കേന്ദ്രമായി മാറിയ വടക്കൻ ബംഗാളിൽ പാർട്ടി മുന്നേറ്റം തുടരുകയാണ്. എന്നാൽ അതിലുപരി തൃണമൂൽ കോൺഗ്രസിന്റെ പല കോട്ടകളിലും BJP ഇത്തവണ വിള്ളലുണ്ടാക്കി. മിഡ്നാപൂരിൽ ഗോത്രവർഗ വോട്ടുകൾ BJPക്ക് അനുകൂലമായി. മറ്റൊരു തൃണമൂൽ കോട്ടയായ ബദ്വാനിലും BJP തരംഗം പ്രകടമാണ്. കൊൽക്കത്തയിലെയും ഹൗറയിലെയും പ്രധാന നഗരമേഖലകളിൽ ഉണ്ടായ മാറ്റമാണ് തൃണമൂലിനെ ഉലയ്ക്കുകയും തെരഞ്ഞെടുപ്പ് BJPക്ക് അനുകൂലമാക്കുകയും ചെയ്തത്. പ്രസിഡൻസി മേഖലകളിലും BJP തരംഗം വ്യാപകമാണ്. പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം വോട്ടർ പട്ടികയിൽ നിന്നും വൻതോതിൽ പേരുകൾ ഒഴിവാക്കപ്പെട്ട മാൾഡയിൽ പോലും തൃണമൂലിന് നേരിയ മുൻതൂക്കം മാത്രമേയുള്ളൂ. അതേസമയം തെക്കൻ കൊൽക്കത്തയിലെ മമതാ ബാനർജിയുടെ സ്വന്തം മണ്ഡലമായ ഭവാനിപൂരിൽ 10-ലധികം റൗണ്ട് വോട്ടെണ്ണൽ ബാക്കി നിൽക്കെ 17,000-ലധികം വോട്ടുകൾക്ക് മുഖ്യമന്ത്രി സുരക്ഷിതമായ ലീഡ് നിലനിർത്തുന്നുണ്ട്. ബംഗാളിലെ പോരാട്ടത്തെക്കുറിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ ഞായറാഴ്ച പറഞ്ഞത് ഈ വർഷം ഒരു നിരാകരണത്തിന് തെരഞ്ഞെടുപ്പായിരുന്നു എന്നാണ്. അധ്യാപക നിയമന അഴിമതി മുതൽ തൊഴിലില്ലായ്മ വരെ എല്ലാ ഘടകങ്ങളും തൃണമൂൽ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. മമതാ ബാനർജിയുടെ വളർച്ച ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച ഒന്നാണ്. ശക്തമായ ഇടതുപക്ഷത്തിനെതിരെ പെൺപുലിയെപ്പോലെ പൊരുതി 34 വർഷത്തെ അവരുടെ ഭരണം അവസാനിപ്പിച്ചു. വീണ്ടും പ്രധാനമന്ത്രി മോദിക്കെതിരെയുള്ള പ്രതിപക്ഷ മുഖമായി വരെ അവർ മാറുകയും ചെയ്തു. എന്നാൽ അവരുടെ 15 വർഷത്തെ ഭരണം അഴിമതികളും ഗുണ്ടാരാജ് സംസ്കാരവും നിറഞ്ഞതായിരുന്നുവെന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. കൊൽക്കത്തയിലെ ആർജികൾ ആശുപത്രിയിലെ ബലാത്സംഗ കൊലപാതക കേസ് ഉയർത്തിക്കാട്ടി ജനങ്ങൾക്കിടയിലുണ്ടായ വലിയ ഭയത്തെ മുൻനിർത്തിയാണ് BJP ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ചത്. കൂടാതെ ബംഗാളിലെ ഹിന്ദുക്കളെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ മമതാ ബാനർജി മുസ്ലിം പ്രീണന രാഷ്ട്രീയം കളിക്കുന്നു എന്നതും BJPയുടെ പ്രധാന ആരോപണമായിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ബംഗാളി ഐഡന്റിറ്റിയും ബംഗ്ലാ നിജർ മേയക്കെ ചായ്, ബംഗാളിന് സ്വന്തം മകളെ വേണമെന്ന മുദ്രാവാക്യവും ഉയർത്തി സാംസ്കാരിക വികാരം ഉണർത്താനാണ് തൃണമൂൽ കോൺഗ്രസ് ശ്രമിച്ചത്. BJP ജയിച്ചാൽ മത്സ്യം ഉൾപ്പെടെയുള്ള മാംസാഹാരങ്ങൾ നിരോധിക്കുമെന്ന പ്രചരണത്തിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ പ്രചരണത്തെ മറികടക്കാൻ BJP നേതാക്കൾ ക്യാമറയ്ക്ക് മുന്നിൽ മത്സ്യം കഴിച്ചുകൊണ്ട് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. എന്നാൽ എല്ലാത്തിലും ഉപരി ബംഗാളിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റമായിരുന്നു. സാഹിത്യത്തിനും സംസ്കാരത്തിനും ഭക്ഷണത്തിനും ചായയും ചർച്ചയും പോലുള്ള പാരമ്പര്യങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സംസ്ഥാനം ഇപ്പോൾ മാറ്റം ആഗ്രഹിക്കുന്നു. തൊഴിലില്ലായ്മയും ഭീഷണിയും ഗുണ്ടാ സംസ്കാരവും അഴിമതിയുമാണ് തൃണമൂലിനെ തള്ളിക്കളയാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചതെന്നും BJP അവകാശപ്പെടുന്നു. അതേസമയം BJP ജയിച്ചാൽ ഹിന്ദി അടിച്ചേൽപ്പിക്കപ്പെടുമെന്ന തൃണമൂൽ വാദിക്കുകയും ബംഗാളി ഐഡന്റിറ്റി ആഘോഷിക്കുകയും ചെയ്തു. പശ്ചിമ ബംഗാളിൽ ആദ്യമായി BJP അധികാരത്തിലേക്ക് അടുക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണ്. BJP ഒരു പുറത്തുള്ളവരുടെ പാർട്ടിയാണെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ പ്രചരണത്തെ പ്രതിരോധിക്കാൻ ഒരു ബംഗാളി തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ചരിത്രങ്ങളൊക്കെ വഴിമാറുകയാണ്.